മക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സൃഷ്ടി എല്ലാം തന്നെ പൂർണ്ണമാണ്. പക്ഷേ അപൂർണരായ മനുഷ്യരുടെ ദൃഷ്ടിയിൽ പൂർണ്ണമായതിനെയും അപൂർണമായിട്ടാണ് അവർ ദർശിക്കുക. കാരണം ഇവിടെ പൂർണ്ണമത പൂർണ്ണമിതം, അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു മാറ്റിയാൽ ആ എടുത്തു മാറ്റിയതും പൂർണ്ണമാണ്, അവശേഷിക്കുന്നതും പൂർണ്ണമാണ്. അതുപോലെ ഇവിടെ ആ പരമാത്മാവിൽ നിന്നും വേർപെട്ട അല്ലെങ്കിൽ അതിൻ്റെ രൂപാന്തരമായിരിക്കുന്ന ജഗത് ജാലങ്ങളെല്ലാം തന്നെ, ജഗത്തിലെ സർവവും പൂർണ്ണമല്ലേ? എന്നാൽ എവിടെയാണ് ഇവിടെ അപൂർണതയുള്ളത്? നമ്മുടെ ദൃഷ്ടിയിലാണ് അപൂർണത. അതാണ് പറയുന്നത്, സൃഷ്ടിയിൽ ദൂഷ്യമില്ലൊട്ടും, ദൃഷ്ടിയിൽ ദൂഷ്യമാണെല്ലാം. സൃഷ്ടിയിൽ ദൂഷ്യം ഇല്ല, ഒട്ടും തന്നെ ഇല്ല. എന്നാൽ ദൂഷ്യമുള്ളത് ദൃഷ്ടിയിലാണ്, ദൃഷ്ടി കാഴ്ചപ്പാടിലാണ്. ഓരോരുത്തരും എപ്രകാരം കാണപ്പെടുന്നുവോ അതുപോലെ അത് പൂർണ്ണമായോ അപൂർണമായോ നാം ഗ്രഹിക്കുന്നു. സൃഷ്ടിയിൽ അപൂർണതയില്ല. കാരണം സൃഷ്ടി ആ സ്രഷ്ടാവിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്, പൂർണ്ണമായ അതിൽ നിന്നാണ് സൃഷ്ടി നടത്തിയത്. ഇതും പൂർണ്ണമാണ്. അതാണ് പറയുന്നത്, സൃഷ്ടിയിൽ ദൂഷ്യമില്ലൊട്ടും, ദൃഷ്ടിയിൽ ദൂഷ്യമാണെല്ലാം. ദൃഷ്ടി നന്നായാൽ സൃഷ്ടിയിൽ വൈകല്യം കാണുകില്ലൊട്ടുമെന്നോർക്കൂ. ദൃഷ്ടി നന്നായാൽ സൃഷ്ടിയിൽ വൈകല്യം ഒട്ടും തന്നെ കാണില്ല. ദൃഷ്ടി, നോട്ടം നമ്മൾക്ക് നന്നായ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ ദൃക്കിൻ്റെ കാഴ്ചപ്പാട്. ദൃഷ്ടി നന്നായാൽ സൃഷ്ടിയിൽ വൈകല്യം കാണുകില്ലൊട്ടും എന്നോർക്കൂ. അപ്പം അതിനാൽ നമ്മളെ സൃഷ്ടിയിൽ പോരായ്മ കണ്ടെത്തി അസ്വസ്ഥരാവുകയല്ല വേണ്ടത്, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. ഓരോന്നും ഇവിടെ ആ പരമ്പൊരുളിൻ്റെ രൂപാന്തരം മാത്രമാണ്. നീരാവിയുടെ രൂപാന്തരമല്ലേ ജലം, ജലത്തിൻ്റെ മറ്റൊരു രൂപമല്ലേ ഐസ്. ഐസ് എത്തുമ്പോഴേക്കും അതിന് അപൂർണത എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഐസ് ആ നീരാവി തന്നെയാണ്. പക്ഷേ ഐസ് എന്ന വ്യവഹാരം ഇവിടെ അപൂർണമാണ്. കാരണം അതിൻ്റെ നാമവും രൂപവും എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. എന്നാൽ സ്ഥായിയായത് നീരാവിയാണ്. നീരാവി തണുത്താൽ ജലമാകുന്നു, ജലം തണുത്താൽ വീണ്ടും അത് ഐസായി മാറുന്നു. അതുപോലെ ഐസ് ജലമായും ജലം നീരാവിയായും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈ പ്രപഞ്ചത്തിൽ. ഇതെല്ലാം അറിയുമ്പോൾ, ഏതിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടായത് അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവിടെ അപൂർണമായിട്ട് ഒന്നുമില്ല. ദൃഷ്ടിയെല്ലാം അപൂർണമാകും, സൃഷ്ടിയെല്ലാം പൂർണ്ണവുമാണ്. ഇത് ബോധിക്കുമ്പോൾ എല്ലാം പൂർണ്ണമായി കണ്ടുകൊണ്ട് ആനന്ദിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതൊന്നും സ്വന്തമാക്കാനോ അന്യമാക്കാനോ അല്ല. എൻ്റേതാക്കി വയ്ക്കുന്നതും എത്ര നേരം വരെയാ? അങ്ങനെയൊന്നില്ല. വാസ്തവത്തിൽ എല്ലാം എല്ലാവരുടേതുമാണ് എന്ന ബോധം നമുക്ക് വളർത്തുമ്പോൾ നമ്മുടെ ദൃഷ്ടി നന്നായി. എൻ്റേതാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ദൃഷ്ടിയിൽ വൈകല്യം വരുന്നു. അതിനാൽ ദൃഷ്ടി വികലമാക്കാതെ അതിനെ സുന്ദരമാക്കിയാണ് നാം വീക്ഷിക്കേണ്ടത്. സൃഷ്ടിയിൽ ദൂഷ്യമില്ലൊട്ടും എന്നാൽ ദൃഷ്ടിയിൽ ദൂഷ്യമാണെല്ലാം. ദൃഷ്ടി നന്നായാൽ സൃഷ്ടിയിൽ വൈകല്യം കാണുകില്ലൊട്ടുമെന്നോർക്കൂ. ദൃഷ്ടി നന്നായാൽ സൃഷ്ടിയിൽ വൈകല്യം കാണുകയില്ല എന്ന പരമസത്യം നമ്മൾ ഓർമ്മിക്കണം. ഹരേ കൃഷ്ണ.